രഞ്ജിത്തിലേക്ക് വരുമ്പോൾ മൈക്ക് കൽബ് അതിൽ നിന്ന് ഞങ്ങളല്ലേ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ പറയുന്നത് ഭയങ്കര ലുക്ക് ചേഞ്ച് ആയി പോയി എന്നുള്ളത്. അപ്പം അത് മൂന്നും ഡിഫറെന്റ് ജോണറിലുള്ള സിനിമകൾ എന്ന് തന്നെ പറയാം. അതും ഒരു പുതുമുഖ താരത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭാഗ്യമല്ലേ? ഡെഫിനറ്റ്ലി ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് കരുതുന്നത്. കാരണം ഇപ്പം മൈക്കും കൽബും എടുത്ത രണ്ടും ഡിഫറെൻറ്റ് രീതിയിൽ എടുത്തേക്കുന്നത്. പക്ഷേ രണ്ടും കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറീസിൽ അതിൽ ഏകദേശം സെയിം പ്രായമുള്ള ഒരു പയ്യനാണ് അവതരിപ്പിക്കുന്നത്. ഗോളം കുറച്ചുകൂടെ എന്നെ കുറച്ചും ചാലഞ്ച് ചെയ്തു ഒരു ആർട്ടിസ്റ്റായിട്ടും ഒരു ആക്ടറായിട്ടും. കാരണം കുറച്ചുകൂടി ഒരു മെച്ചുവേർഡ് പെർഫോമൻസ് അത് ഡിമാൻഡ് ചെയ്തത്. ഭയങ്കര ഗൈഡൻസ് ആയിരുന്നു നമ്മുടെ ഡയറക്ടർ സംജാദും പ്രവീണും പിന്നെ ഈ മൊത്തം കാസ്റ്റും ഇവിടെ വൈബ് ചെയ്തപ്പം. സോ എൻ്റെ ഒരു ക്രിയേറ്റീവ് ഫുൾഫിൽമെൻറ്റ് അത് നൽകാൻ പറ്റി ഗോളം ചെയ്തപ്പം. സോ അങ്ങനത്തെ പുതിയ കഥാപാത്രങ്ങൾ കാണാൻ നമ്മളൊരു ആക്ടറിനെ സംബന്ധിച്ച് നമ്മൾ ഒരു എപ്പോഴും നമ്മൾ റീഇൻവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഓരോ പടം തോറും. എന്നാലേ നമുക്കൊരു നിലനിൽക്കാൻ പറ്റത്തുള്ളൂ, എന്നാലും നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കത്തുള്ളൂ. അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഗോളത്തിൽ എനിക്ക് ഉറപ്പായിട്ട് അത് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം സിദ്ദിഖയുടെ അല്ലേ രണ്ടാമത്തെ സിനിമ എങ്ങനെയായിരുന്നു? കാരണം അദ്ദേഹത്തെ പോലൊക്കെ ഒരു ലെജൻഡ് കൂടെ അഭിനയിക്കാൻ പറഞ്ഞാൽ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത്. സോ ബേസിക്കലി ഇത് ആക്ച്വലി കൽബിൽ നടന്ന സംഭവം. പക്ഷേ ഗോളത്തിലും ഇങ്ങനെ ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു സ്പെസിഫിക് ഇൻസ്റ്റൻസ് അല്ല. പക്ഷേ ചിലപ്പം ഞാൻ ഒരുപാട് പ്രീ പ്ലാൻ ചെയ്തായിരിക്കും. കാരണം ചിലപ്പോൾ ഒരു വലിയൊരു ഡയലോഗ് സീനാണെങ്കിൽ ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഷൂട്ട് ചെയ്യാൻ വരുന്നത്. ഞാൻ ഓൾറെഡി എൻ്റെ മൈൻഡിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയായിരിക്കും ഞാൻ ഇങ്ങനെ ഡെലിവർ ചെയ്യുന്നത്. കാരണം ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്. ഞാൻ സിദ്ദിഖിൻ്റെ കൂടെ ആയിരിക്കും സീൻ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഞാൻ ഒരു കാര്യം ചെയ്യുമ്പം പുള്ളിക്കാരൻ എന്നോട് പറയും, എടാ നീ ഇങ്ങനെ ചെയ്തിട്ട് നീ ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ നോക്കും. അപ്പോഴത്തേക്കും അതിന് കുറച്ച് പേടി വരും. കാരണം ഞാൻ ഇങ്ങനെയല്ലേ പ്രിപ്പയർ ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടെ. അപ്പോഴത്തേക്ക് പുള്ളി എന്നെ സമാധാനിച്ച് പറയാൻ നീ നോക്ക്. ഞാൻ പുള്ളി പറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോഴായിരിക്കും മൊത്തം സീൻ നന്നാവുന്നത്. കാരണം അത്രയും മുന്നിലോട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. ഒബ്വിയസ്ലി ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വെറ്ററൻ ആക്ടറാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. സോ അതൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതുന്നത്. ഡെഫിനറ്റ്ലി അതും രണ്ടാമത്തെ മൂന്നാമത്തെ പടം ഇത്രയും ഒരു വെറ്ററൻ ആക്ടറിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്ത് ഒരുപാട് സീൻസ് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞ ഒരു ഇറ്റ്സ് റിയലി ഹ്യൂജ് തിങ്.